ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നേരം വളരെ വൈകി. ജഗൻ കിടക്കുന്നില്ലേ? അല്ല, ഭീമൺ ഉറങ്ങിയോ? ഉറങ്ങി. എന്താ ജഗ ഒരു ആലോചന? എനിക്ക് വന്ദനോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. നിന്റെ പ്രകാശേട്ടൻ വന്ന് പറഞ്ഞ കാര്യമാണ്. ഹരിത ഗർഭിണിയാ. ആ വിശേഷം പറയാനാണോ പ്രകാശേട്ടൻ വന്നത്? ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. എന്തായാലും സന്തോഷായി. അതിന്റെ പേരിലായിരുന്നല്ലോ ഇവിടെ ഇത്രയും പുകലൊക്കെ ഉണ്ടായിരുന്നത്. ഇതറിയുമ്പോ അമ്മയ്ക്ക് അച്ഛനും സന്തോഷാവും. എന്റെ അമ്മയ്ക്കും. കൂട്ടത്തില് പ്രകാശേട്ടൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ഞാൻ വന്ദനയും കൂട്ടിപ്പോയി ഹരിതയെ ഒന്ന് കാണണമെന്ന്. ഞാൻ അച്ഛന്റെ സ്ഥാനത്തും വന്ദന അമ്മയുടെ സ്ഥാനത്തും നിന്ന് ഗർഭിണിയെ അനുഗ്രഹിക്കണമെന്ന്. വന്ദനയുടെ അച്ഛനും അമ്മയാണ് ചടങ്ങ് നിർവഹിക്കേണ്ടത്. പക്ഷെ കേസും കോടതി വിധിയും നഷ്ടപരിഹാരവും ഒക്കെ ആയിട്ട് മനോജും അവരും ഇരു ചേരികളിലാണല്ലോ. പ്രകാശേട്ടൻ പറഞ്ഞത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സാഹചര്യത്തിലും ഈ കുടുംബം ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട കർത്തവ്യങ്ങള് നമ്മൾ പോയി ചെയ്യണ്ടേ? ചെയ്യേണ്ടതാണ്. പക്ഷേ ഞാനിപ്പോഴും ഹരിതയുടെ മനസ്സില് അവളുടെ ആദ്യത്തെ കുഞ്ഞിന്റെ കൊലയാളിയാ. രണ്ടാമത്തെ കുഞ്ഞിനെയും നശിപ്പിക്കാനാണോ വന്നതെന്ന ചോദ്യം ഹരിതയിൽ നിന്ന് മാത്രമായിരിക്കില്ല. ജഗന്റെ അച്ഛനും അപ്പച്ചിയും വിദ്യാർത്ഥിയും ഒക്കെ ചോദിക്കും. ഒരു യുദ്ധം അങ്ങോട്ട് കഴിഞ്ഞല്ലേ ഉള്ളൂ. അതിനു മുമ്പ് മറ്റൊരു കലഹത്തിന് കൂടി വഴിവെക്കണോ? അങ്ങനെ ഒരു ഉദ്ദേശം എനിക്കില്ല. ഹരിതയ്ക്ക് നിന്നോടുള്ള തെറ്റിദ്ധാരണ മാറ്റിയെടുക്കണം. ആ ഉദ്ദേശം എനിക്കുള്ളൂ. നമ്മുടെ കുടുംബാംഗങ്ങൾ വിഘടിച്ച് പല ചേരികളിലായി കഴിഞ്ഞു. അതിനിടയിൽ ഹരിതയും വന്ദനയും തമ്മിലുള്ള ശത്രുത മാറി സൗഹൃദത്തിനുള്ള വഴി തെളിഞ്ഞാൽ അതൊരു വലിയ കാര്യമല്ലേ വന്ദനെ? എന്താ, നിനക്കതിന് ഇഷ്ടമല്ലേ? ഇഷ്ടാണ്. വന്ദന ചേച്ചി എന്നുള്ളു തുറന്നൊരു വിളി മാത്രം മതി എനിക്ക് അവളോടുള്ള പിണക്കം തീരാൻ. ഞാൻ കൊലയാളിയല്ല, നിരപരാധിയാണ് എന്ന് അവളുടെ വിശ്വാസം മാത്രം മതി എന്നും അവളെ ചേർത്ത് പിടിക്കാൻ. വന്ദന കരയുവാണോ? സന്തോഷവും സങ്കടവും ഒക്കെ ഒത്തുചേർന്നുള്ളൊരു കണ്ണീരായത്. മാനത്തെ കൊട്ടാ